കർത്താവിൻ്റെ വിലയേറിയ നാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതവും കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ വചനവുമായി കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ വിലയേറിയ അവസരങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഓരോ ദിവസവും ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ആത്മീയ സന്ദേശങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. നാം ആയിരിക്കുന്നിടത്തിരുന്ന് ദൈവവചനത്താൽ വീണ്ടും ബലം പ്രാപിപ്പാൻ, ശക്തിപ്പെടുവാൻ കർത്താവിൻ്റെ വചനം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. ഇന്ന് നമ്മൾ ദൈവവചനത്തിൽ നിന്നും ചിന്തിക്കാൻ വേണ്ടി പോകുന്നത് സദൃശവാക്യം 24 അധ്യായം അതിൻ്റെ 10 വാക്യത്തിൽ നിന്നാണ്. ജ്ഞാനികളിൽ ജ്ഞാനിയായ സോളമൻ രാജാവ് തനിക്ക് ദൈവം കൊടുത്ത ദൈവിക ജ്ഞാനത്താൽ രചിക്കപ്പെട്ട പുസ്തകമാണ് സദൃശവാക്യം, സഭാപ്രസംഗി, ഉത്തമഗീതങ്ങൾ. അതിൽ സദൃശവാക്യം 24 അധ്യായം 10 വാക്യം ഇങ്ങനെ ഒരു ചിന്ത, ഇങ്ങനൊരു മെസ്സേജ് പറയാൻ, ആ വാക്യം എനിക്കെടുക്കാൻ ഒരു ഉത്തേജനമായത് കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു ബുക്ക് എനിക്ക് വായിക്കാനിടയായി. ആ പുസ്തകം വായിച്ചപ്പോൾ അതിനകത്ത് ആ പുസ്തകം എഴുതിയ ആ ദൈവദാസൻ കുറിച്ച 1-2 ചിന്തകളാണ് ഈ തിരുവചനം ഇങ്ങനെ ധ്യാനിപ്പാൻ എനിക്കും പ്രചോദനമായത്. എന്തുകൊണ്ടോ ഈ കാലഘട്ടത്തിൽ നമുക്കത് അനുഗ്രഹവും നമുക്കത് വിടുതലുമായ ഒരു വാക്യമാണ്. ആ വാക്യം ഞാനിവിടെ ഒന്ന് വായിക്കുന്നു. സദൃശവാക്യം 24 അധ്യായം 10 വാക്യം. കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയാണ്, കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നിനക്ക് നഷ്ടമാണ്. ഒരു വളരെ പ്രസിദ്ധമായ ഒരു ചൊല്ല് ഇങ്ങനെയുണ്ട്. ആ ചൊല്ലിങ്ങനെയാണ്: ഉയർച്ച പ്രാപിച്ച പേരുകേട്ട ആരും തന്നെ അവരുടെ ദൗത്യങ്ങൾ പാതി വഴിയിൽ അവരാരും ഉപേക്ഷിച്ചു പോയില്ല. എന്ന് വെച്ചാൽ നാം ഇന്ന് വലിയ കണ്ടുപിടുത്തങ്ങളുടെയും വലിയ അറിവിൻ്റെ സമ്പത്തിൻ്റെയും ഒക്കെ വലിയ വലിയ പേരുകേട്ട ചരിത്രകാരന്മാർ, ലോകത്തെ തത്വചിന്തകന്മാർ, കീർത്തി പ്രാപിച്ച പലരും നാം അനുഭവിക്കുന്ന പല കഷ്ടങ്ങളും പല പ്രതിസന്ധികളും ഒക്കെ നടുവിൽ അവർ ക്ഷീണിച്ചു പോയവരാണ്. പക്ഷെ അവരുടെ ആരുടെയും ദൗത്യം പാതി വഴിയിൽ അവരിട്ടിട്ട് പോയില്ല. ഏത് പ്രതിസന്ധിയുടെ നടുവിലും അവർ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ആ ദൗത്യത്തിൽ എത്തിക്കുന്നത് വരെ അവർ ക്ഷീണിക്കുകയോ തളരുകയോ ചെയ്തില്ല. മനുഷ്യനായി പിറന്ന എല്ലാവരും അറിയേണ്ട ഒരു ചിന്താഗതിയുണ്ട്. നമ്മുടെ എല്ലാം ജീവിതം കയ്പും മധുരവും വേദനയും സന്തോഷവും ഒക്കെ നിറഞ്ഞ ഒരു അനുഭവമാണ്. എന്നും സന്തോഷിക്കുന്നവർ എത്ര പേരുണ്ട്? എന്നും ആനന്ദിക്കുന്നവർ എത്ര പേരുണ്ട്? എന്നും കണ്ണുനീരും കയ്പിൻ്റെ അനുഭവമായിട്ടിരിക്കുന്ന എത്ര പേരുണ്ട്? ജീവിതത്തിൻ്റെ വിഷയങ്ങൾ മാറിയും മറിഞ്ഞുമൊക്കെ വരും. എല്ലായ്പ്പോഴും ഒരുപോലെയല്ല. നല്ല കാലങ്ങൾ ഉണ്ടാകും, സമ്പത്ത് കയ്യിലുള്ള അവസ്ഥയുണ്ടാകും, പണമില്ലാത്ത സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് സഭാപ്രസംഗിയിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നൊരു വാക്യമുണ്ട്: എല്ലാറ്റിനും ഒരു കാലമുണ്ട്.
കൊയ്ത്തിനൊരു കാലം, വിതക്കാനൊരു കാലം, കല്ലുപെറുക്കി കൂട്ടാനൊരു കാലം, കല്ലുപെറുക്കി കളയാനൊരു കാലം, കരയാനൊരു കാലമുണ്ടെങ്കിൽ ചിരിക്കാനൊരു കാലമുണ്ട്. രോഗത്തിൻ്റെ സാഹചര്യം ഒരു പ്രാവശ്യമുണ്ടെങ്കിൽ സൗഖ്യമാകുമ്പോൾ അനുഭവിക്കുന്ന ഒരു കാലമുണ്ട്. അപ്പം മനുഷ്യന് എപ്പോഴും ഒരുപോലെയല്ല. കഷ്ടകാലങ്ങളുണ്ട്, നല്ല കാലങ്ങളുണ്ട്. ഏത് കാലത്തെയും നമ്മൾ നേരിടുവാനുള്ള ആത്മബലം നമ്മൾ പ്രാപിച്ചെടുക്കണം. ശലോമോന്റെ ആ വാക്കുകൾ എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചൊരു വാക്കാണ്. കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. ഒരു ദൈവ പൈതലിനുള്ള ബന്ധത്തിൽ ദൈവം അനുവദിക്കുന്ന ചില കഷ്ടങ്ങളുണ്ട്, ദൈവം അനുവദിച്ച് തരുന്ന ചില പ്രതിസന്ധികളുണ്ട്. പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 12-ാം അധ്യായത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു: എന്നെ നാളുകളായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ശൂലമുണ്ട്, അത് എന്നെ വിട്ടു മാറേണ്ടതിന് ഒന്നല്ല 2 തവണയല്ല, ഞാൻ 3 തവണ പ്രാർത്ഥിച്ചു. എന്തുകൊണ്ടായിരിക്കണം പൗലോസ് ആ 3 തവണ പ്രാർത്ഥിച്ചത്? നമ്മളൊരു വ്യക്തിയോട് ഒരു കാര്യം ആവശ്യപ്പെട്ട് 1-2 പ്രാവശ്യം ചോദിച്ചിട്ടും കിട്ടിയില്ല എങ്കിൽ നമ്മൾ വീണ്ടും ചോദിക്കും. 3-ാമത്തെ തവണ പൗലോസിനോട് കർത്താവ് പറയുന്നൊരു പദം നമുക്ക് എല്ലാവർക്കും അറിയാം: പൗലോസേ, എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതത്രേ. അടുത്ത തുടർന്ന വാക്യങ്ങൾ പൗലോസ് പറയുന്നത് വളരെ ആഴമായി ചിന്തയാണ്. എൻ്റെ ബലഹീനതയിൽ ഞാൻ സന്തോഷിക്കുന്നു. എന്തുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറഞ്ഞത്? ഇത് ദൈവം അനുവദിച്ചതാണ്. ദൈവം അനുവദിച്ചതാണ്. പൗലോസിന്റെ കപ്പൽ യാത്രയിൽ ഇനി രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി എന്ന് പൗലോസ് പറയുമ്പോഴും പിന്നത്തേതിൽ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്: ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാലങ്ങളിലും സന്തോഷത്തിൻ്റെയും കഷ്ടങ്ങളുടെയും രോഗങ്ങളുടെയും എല്ലാ വേളകളിലും നീ ക്ഷീണിച്ചു പോകരുത് എന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. കർത്താവിൻ്റെ തിരുവചനത്തിൽ പഴയ നിയമത്തിലെ യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് 12-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ എനിക്കേറെ സന്തോഷമുള്ള ഒരു വേദവാക്യമുണ്ട്. അതെങ്ങനെയാണ്: കാലാളുകളോട് കൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോടുകൂടെ എങ്ങനെ മത്സരിച്ചോടും? സമാധാനമുള്ള ദേശത്ത് നീ നിർഭയമായിരിക്കുന്നെങ്കിൽ എന്നാൽ യോർദാന്റെ വൻകാട്ടിൽ എന്ത് ചെയ്യും? യെരമ്യാവിനോട് ദൈവം ചോദിക്കുന്നൊരു ചോദ്യമാണ്: 1, കാലാളുകളോട് കൂടെ; 2, കുതിരകളോടുകൂടെ; 3, യോർദാന്റെ വൻകാട്ടിൽ. 3 സാഹചര്യങ്ങളാണ്. സാധാരണ നാം ചുറ്റുവട്ടത്ത് കാണുന്ന മനുഷ്യരോടുള്ള ബന്ധത്തിൽ നമുക്ക് നേരിടുന്ന പരീക്ഷയിൽ നാം ക്ഷീണിച്ചു പോയാൽ; 2, അതിനേക്കാൾ വേഗത്തിൽ ഓടുന്ന മനുഷ്യരേക്കാൾ അല്പം കൂടി വേഗത്തിൽ സഞ്ചരിക്കുന്ന കുതിരയ്ക്ക് വേഗതയുള്ള സമാനമായ ഒരു പ്രശ്നം നിന്റെ നേരെ വന്നാൽ അവിടെ നീ ക്ഷീണിച്ചു പോയാൽ, അല്ല, ആർക്കും വന്ന് നിന്നെ വിടിവിപ്പാൻ കഴിയാത്ത, ആർക്കും നിന്നെ രക്ഷിക്കാൻ കഴിയാത്ത ഒരു യോർദാന്റെ വൻകാട്ടിൽ നീ ക്ഷീണിച്ചു പോയാൽ നീ എന്ത് ചെയ്യും? യെരമ്യാവിനോട് ദൈവം പറയുന്നത്: യെരമ്യാവേ, ഈ 3 സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നീ അഭിമുഖീകരിക്കേണ്ടി വരും. 3 സാഹചര്യങ്ങളിലും നീ കടന്നു പോകേണ്ടി വരും. അവിടെ ഒന്നും യെരമ്യാവേ നീ ക്ഷീണിച്ചു പോകരുത്. ഇത് തന്നെയല്ലേ കർത്താവിൻ്റെ ദാസൻ ശലോമോനും പറയുന്നത്?
നീ കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടമാകും. നിങ്ങളുടെ സാഹചര്യങ്ങളിൽ നിങ്ങൾ ഒരിക്കലും കുഴഞ്ഞു പോകരുത്. ഞാൻ ഈ തരുണയിൽ ഓർക്കുന്നത് കർത്താവിൻ്റെ ദാസനായ ഇസ്രായേലിന് മധുര ഗായകനായ ദാവീദിനെയാണ്. വനാന്തരത്തിൽ പരാതികളില്ല, പരിമിതികളില്ല. വീട്ടിലൊരു വലിയ ഫംഗ്ഷൻ നടക്കുമ്പോഴും ദാവീദിനെ മറന്ന ചരിത്രം വേദപുസ്തകത്തിലുണ്ട്. തൻ്റെ അപ്പനും അമ്മയും എന്നെ മറന്നു, യഹോവ എന്നെ ചേർത്തു എന്ന് നാം വായിച്ചിട്ടില്ലേ? ദാവീദിന്റെ വീട്ടിൽ ശമൂവേൽ പ്രവാചകൻ വരുമ്പോൾ, വലിയൊരു ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ തന്നെ എല്ലാവരും മറന്നു. പക്ഷെ അവിടെയും താൻ ക്ഷീണിച്ചില്ല. തൻ്റെ ബാല്യകാലത്തിൽ തനിക്കൊരു അഭിഷേകം കിട്ടി. ഇസ്രായേലിന്റെ രാജാവായി തന്നെ ദൈവം അഭിഷേകം ചെയ്തു. തൻ്റെ ശിരസിൽ അഭിഷേക തൈലം നിലനിൽക്കുമ്പോൾ, സങ്കീർത്തനം 38-8 വാക്യത്തിൽ ആ ദാവീദ് പറഞ്ഞൊരു വാക്യം എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാൻ ക്ഷീണിച്ചു, അത്യന്തം തകർന്നിരിക്കുന്നു. ഒരു ഭാഗത്ത് ശൗല് രാജാവ് കുന്തമെടുക്കുന്നു, മറ്റു സ്ഥലത്ത് ഓടി ഒളിച്ച് അദുല്ലാം ഗുഹയിൽ അഭയം പ്രാപിക്കുന്നു. ഗത്യന്തരമില്ലാതെ അഭിഷേകം തലയിലുണ്ട്, പക്ഷെ തിരിച്ചു വരാൻ ഇടമില്ല. അഭിഷേകം ഉണ്ടായിട്ട് എന്ത് കാര്യം? ദേശത്ത് നിൽക്കാൻ ഒക്കുന്നില്ല. എന്നും ദാവീദോട്ടമാണ്. വനാന്തരങ്ങൾ, മരുഭൂമികൾ, അദുല്ലാം ഗുഹകൾ മാറി മാറി സഞ്ചരിക്കുമ്പോൾ അറിയാതെ ഭക്തന്റെ അകത്തുനിന്ന് അടർന്നു വീണൊരു വാക്യമാണ്, ഞാൻ ക്ഷീണിച്ചു, അത്യന്തം തകർന്നിരിക്കുന്നു. പക്ഷെ ആ വാക്യം പറയുമ്പോൾ അടുത്ത വാക്യം ദാവീദ് പറയുന്നു, എൻ്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല. ഓർക്കുക, നമ്മുടെ ഉള്ളിൽ നാം ക്ഷീണിക്കുമ്പോഴും നമ്മുടെ ഞരക്കം അറിയുന്ന ഒരു നല്ല കർത്താവുണ്ട്. 102 സങ്കീർത്തനം 1 വാക്യം അരിഷ്ടന്റെ പ്രാർത്ഥനയാണ്. അവിടെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്, അവൻ ക്ഷീണിച്ചു, യഹോവയുടെ മുമ്പാകെ കഴിച്ച പ്രാർത്ഥന. കർത്താവിൻ്റെ വചനത്തിൽ അവിടെയും വാക്യം ഇങ്ങനെ പറയുന്നത്, അവൻ ക്ഷീണിച്ചു യഹോവയുടെ മുമ്പാകെ. ദാവീദ് ഹൃദയത്തിൽ ക്ഷീണിച്ചു. 102 സങ്കീർത്തനത്തിൽ ദാവീദ് ക്ഷീണിച്ചു. യെരമ്യാ പ്രവചനം 49 അധ്യായം 24 വാക്യത്തിൽ അവിടെ ഇങ്ങനെ വായിക്കുന്നു, ക്ഷീണിച്ചു ഓടിപ്പോകുവാൻ തിരിയുന്നു. ഓർക്കണം കേട്ടോ, എത്ര ബലവാനാണേലും എത്ര ശക്തനാണേലും നിന്റെ ഉള്ളിൽ ഒരു ക്ഷീണം വന്നാൽ നീ തിരിച്ചോടും. ദൗത്യം പൂർത്തിയാക്കാതെ, ദൗത്യം നിവർത്തിപ്പാൻ കഴിയാതെ ഭയം നിറച്ച് ഓടി ഒളിക്കാൻ നിന്റെ ഉള്ളിൽ പ്രേരണ തോന്നുന്നത് നിന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോഴാണ്. ആയതുകൊണ്ട് ഈ വാക്യം ഏറ്റവും അനുഗ്രഹമാണ്. ഈ കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോകരുത്. കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടപ്പെടും. നിനവേ പട്ടണത്തിൽ പ്രസംഗിക്കാൻ ദൈവം വിട്ടൊരു മനുഷ്യനുണ്ട്, യോനാ പ്രവാചകൻ. ആദ്യമൊക്കെ ഒളിച്ചോട്ടമൊക്കെ നടത്തി. നിനവേക്ക് പോകേണ്ട പ്രവാചകൻ കൂലി കൊടുത്ത് തർസീസിലേക്ക് പോയി. പക്ഷെ ദൈവം വിട്ടില്ല. ദൈവത്തിന് ആളെ കിട്ടാഞ്ഞിട്ടല്ല, ആ ദൗത്യം അവനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഉദ്ദേശമായിരുന്നു. നിനവേക്കെതിരെ ശക്തമായ പ്രവചനമെല്ലാം ചെയ്തു, പ്രവചിച്ചു. നിനവേക്ക് എന്തു വരും എന്ന് കാണേണ്ടതിന് മാറിയിരുന്നു കൊണ്ട് വളരെ വീക്ഷിക്കുന്ന ആ ദൈവ മനുഷ്യനെ ഒരു വലിയ കഷ്ടത തനിക്ക് നേരിടും എന്ന് കണ്ടപ്പോൾ തനിക്ക് ഒരാവണക്കിനെയൊക്കെ ദൈവം തണലിന് വേണ്ടി ആക്കി വെച്ചു. എന്നാൽ യോനയുടെ പുസ്തകം 4 അധ്യായം
8-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണമേ. അവിടെ ഇങ്ങനെ വായിക്കുന്നു, സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യന്തം മറ്റുള്ള ഒരു കിഴക്കൻ കാറ്റ്, അല്ലെങ്കിൽ സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ച് മരിച്ചാൽ കൊള്ളാം എന്നവൻ ഇച്ഛിച്ചു. സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം ഒരു അത്യുഷ്ണമായ ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തിയപ്പോൾ ബൈബിൾ പറയുന്നു, യോന ക്ഷീണിച്ചു പോയി. ദൈവം അനുവദിച്ചടിപ്പിച്ച കാറ്റിൻ്റെ മുമ്പിൽ നമ്മൾ എന്തിനു ക്ഷീണിക്കണം? ദൈവം അനുവദിച്ച ഈ പ്രതിസന്ധിയിൽ നമ്മൾ എന്തുകൊണ്ട് ക്ഷീണിക്കണം? ഇന്ന് ധൈര്യമായി നിങ്ങൾ വിളിച്ചു പറയണം, ദൈവം അനുവദിക്കുന്ന, അല്ലെങ്കിൽ ദൈവം അനുവദിച്ചാക്കിയ ഒരു പ്രതിസന്ധിയിലും ഞാൻ ക്ഷീണിക്കത്തില്ല, എൻ്റെ ബലം കുറഞ്ഞു പോകത്തില്ല. പരിശുദ്ധാത്മാവ് നൽകുന്ന 1-2 ചിന്തകൾ വേഗത്തിൽ പങ്കുവെക്കട്ടെ. എത്ര നീ ക്ഷീണിച്ചാലും നിന്റെ ബലം നിനക്ക് നഷ്ടമാകരുത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവം നമ്മുടെ അകത്തു തന്ന ഒരു വലിയ ബലമുണ്ട്. ആ ബലം ഒന്ന് പരിശുദ്ധാത്മാവിൻ്റെ ബലമാണ്. ലൂക്കോസ് 4:1 യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീല വിട്ട് മടങ്ങി. അതിന് 14 ആമേൻ, ആത്മാവിൻ്റെ ശക്തിയോടെ അവൻ പോകുമ്പോൾ അവൻ്റെ സ്തുതി നാടൊക്കെയും പരക്കുന്നു. ദൈവം നമുക്ക് തന്നൊരു അത്യന്ത ശക്തി ഉണ്ടെന്ന് പൗലോസ് പറയുന്നു. എത്ര ക്ഷീണിച്ചാലും നിങ്ങളുടെ ബലം നിങ്ങളിൽ നിന്നും നഷ്ടമാകരുത്. എന്താണ് ദൈവം നിങ്ങൾക്ക് തന്ന നിങ്ങളുടെ ബലം? ഒന്ന്, പ്രാർത്ഥനയാൽ നിങ്ങൾക്ക് ലഭിച്ച ഒരു ബലം നിങ്ങളുടെ ഉള്ളിലുണ്ട്. എത്ര ക്ഷീണിച്ചാലും ആ ബലം നഷ്ടപ്പെട്ടു പോകരുത്. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ദൈവദാസനെ, ഒരുപാട് പ്രതിസന്ധിയും പ്രതികൂലവും ഉണ്ട്, പക്ഷെ പ്രാർത്ഥനയാൽ ഞങ്ങൾ ബലപ്പെടുന്നു. പ്രാർത്ഥനയാൽ ദൈവം നിന്റെ അകത്ത് തന്ന ഒരു ബലമുണ്ട്. ഗതസമനത്തോട്ടം നിങ്ങളുടെ ഓർമ്മയിലില്ലേ? യേശു അനുഭവിപ്പാൻ പോകുന്ന ക്രൂശ് മരണം മറൂബ മലയിൽ വെച്ച് മോശയും ഏലിയാവും ഒക്കെ പറഞ്ഞു കൊടുത്തത് ആ സമയത്തിലേക്ക് വരികയാണ്. അവൻ അനുഭവിക്കാൻ പോകുന്ന വേദന ശരീരത്തിൽ ആവസിച്ചിട്ട് വിയർപ്പ് തുള്ളിയായി പുറത്തു വന്നത് വലിയ ചോരത്തുള്ളികളാണ്. അവിടെ അവനെ ശക്തിപ്പെടുത്താൻ ദൂതൻ ഇറങ്ങി വരികയാണ്. യേശു ക്രൂശിൽ അനുഭവിച്ച വേദനയിൽ മുഴുവൻ യേശു ക്ഷീണിച്ചു പോകാതിരുന്നത് യേശുവിന് പ്രാർത്ഥനയാൽ കിട്ടിയൊരു ബലമാണ്. മടുത്തു പോകാതെ നമുക്ക് പ്രാർത്ഥിക്കണം. 2, ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് തന്ന ബലമില്ലേ? ദൈവദാസന്മാരുടെ അനുഭവങ്ങൾ, ഓരോ ബുക്കുകളിൽ നിന്ന് വായിച്ച ചില അനുഭവങ്ങൾ അല്ല, നിങ്ങൾക്ക് തന്നെ ദൈവം തന്ന ഒരുപാട് അനുഭവങ്ങളില്ലേ? അതിനൊരു ബലമില്ലേ? ആ ബലം നഷ്ടപ്പെട്ടു പോകരുത്. നിങ്ങളെ സ്നേഹിച്ച നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് തന്ന ഉപദേശത്തിന്റെ ബലമില്ലേ? പ്രാർത്ഥനയുടെ ബലമില്ലേ? കൈത്താങ്കലിന്റെ ബലമില്ലേ? ആ ബലം നഷ്ടപ്പെട്ടു പോകരുത്. നിങ്ങൾ അനുദിനം വായിക്കുമ്പോൾ, തിരുവചനം ധ്യാനിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് തരുന്ന വചനത്തിൻ്റെ ബലമില്ലേ? ദൈവവചനത്താൽ ദൈവം നമുക്ക് തന്ന ബലമാണ് നമ്മൾ ക്ഷീണിച്ചു പോകാത്തത്. കർത്താവിൻ്റെ ദാസനായ മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനത്തെ കനാനിലേക്ക് കൊണ്ടുപോകാൻ ദൈവം നേതൃത്വമായി കൊടുത്ത ജോഷുവയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ ദാസൻ ജോഷുവയോട് പറഞ്ഞ ആ വചനം ഇതാണ്: നീ ക്ഷീണിച്ചു പോകാതിരിക്കേണ്ടതിന്, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് തന്ന വചനം രാപ്പകൽ നീ ധ്യാനിക്കണം. നീ കൃതാർത്ഥനാകും. നിന്റെ ഉള്ളിൽ
ക്ഷീണം വരാൻ സാധ്യതയുണ്ട്. പ്രതികൂലങ്ങൾ അനവധിയുണ്ട്. ക്ഷീണിച്ചു പോകാതിരിപ്പാൻ നീ വചനം ധ്യാനിക്കണം. ഉപവാസത്താലും പ്രാർത്ഥനയാലും നിങ്ങൾക്ക് ലഭിച്ച ഒരു ബലമില്ലേ? കർത്താവായ യേശു പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല. ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവം നിങ്ങളുടെ അകത്ത് നൽകിയ ഒരാത്മബലമില്ലേ? ആ ബലം നിങ്ങളിൽ നിന്നും ഒരിക്കലും ചോർന്നു പോകരുത്. മാത്രമല്ല, അനവധി ദൈവദാസന്മാർ പ്രവചന ശബ്ദത്തിലൂടെ ദൈവം നിങ്ങൾക്ക് നൽകിയ ഉറപ്പിൻ്റെ ശബ്ദമില്ലേ, ഉറപ്പിൻ്റെ ബലത്തിൻ്റെ വാക്കുകളില്ലേ, ആ ബലം നിങ്ങളിൽ ക്ഷീണം വരുമ്പോൾ നഷ്ടപ്പെട്ടു പോകരുത്. നീ ക്ഷീണിച്ചു പോയാൽ നിന്റെ ബലം നിനക്ക് നഷ്ടമാകും. നീ ക്ഷീണിക്കത്തില്ല. അനുഭവങ്ങളിലൂടെ, മാതാപിതാക്കന്മാരിലൂടെ, ദൈവവചനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ ഇല്ല, നീ കേട്ട പ്രവചന ശബ്ദത്തിലൂടെ നീ കേട്ട ആ ബലമില്ലേ, ആ ബലം മതി നീ ക്ഷീണിച്ചു പോകാതിരിപ്പാൻ. കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോകാതിരിപ്പാൻ ഏറ്റവും നല്ലൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ 12-ാം അധ്യായം അതിന് 3-ാമത്തെ വാക്യം, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ നിങ്ങൾ ധ്യാനിച്ചു കൊള്ളണം. സഹോദരങ്ങളെ, നാം എല്ലാം കഷ്ടതയ്ക്ക് നിദാനമായി എടുക്കുന്നത് വേദപുസ്തകത്തിലെ 1-ാമത്തെ പുസ്തക ചരിത്രമായ യോബിന്റെ പുസ്തകമാണ്. യോബ് അനുഭവിച്ച കഷ്ടങ്ങളും പാരങ്ങളും ഒക്കെ നമ്മൾ ഒരുപാട് പ്രസംഗിക്കാറുണ്ട്. എന്നാൽ എൻ്റെ യേശു അനുഭവിച്ച കഷ്ടങ്ങളോളം യോബിൻ്റെ കഷ്ടം നോക്കുമ്പോൾ അതൊന്നുമല്ല. നമ്മുടെ കർത്താവ് അനുഭവിച്ച വേദനകളും ക്രൂശുമരണവും പങ്കപ്പാടും എല്ലാം ഓർക്കുമ്പോൾ യോബിൻ്റെ കഷ്ടങ്ങൾ എത്രയോ ചെറുതാണ്. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമായില്ല യോബ്. ആ ക്രൂശിലെ രംഗം അതായിരുന്നില്ലേ? അറവുശാലയിൽ തൂങ്ങിക്കിടക്കുന്ന മാംസപിണ്ഡം പോലെ ആയിരുന്നില്ലേ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു? അവനെ കണ്ടവർ പോലും തലകുനിച്ചല്ലേ പോയത്? നാം കാണുന്ന യേശുവിൻ്റെ ഫോട്ടോയിലെല്ലാം അവൻ്റെ നഗ്നത മറച്ച ഒരൽപ്പം വസ്ത്രം കണ്ടേക്കാം എന്ന് ജോസിഫസ് എന്ന ചരിത്രകാരൻ പറയുന്നു. മുഴുവനായി നഗ്നമായ ശരീരമായി അവൻ ആ ക്രൂശിൽ കിടന്നു. എനിക്കും നിങ്ങൾക്കും വേണ്ടി അനുഭവിച്ച കഷ്ടങ്ങൾ നിനക്ക് ഓർക്കാൻ പറ്റുമോ? സഹോദര, ദൈവപൈതലേ, നിന്റെ ഏത് പ്രതിസന്ധിയിലും നീ ക്ഷീണിച്ചു പോകാതിരിപ്പാൻ, നിന്നിലുള്ള ബലം നഷ്ടപ്പെടാതിരിപ്പാൻ കഷ്ടത്തിൽ തികഞ്ഞവനായ യേശുവിനെ നീ ഓർക്കണം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ നിങ്ങൾ ധ്യാനിക്കണം. നിങ്ങളുടെ പ്രശ്നങ്ങളല്ല വലുതായി കാണേണ്ടത്, വിരോധം സഹിച്ച യേശുവിനെ നമുക്കൊരുമിച്ച് ധ്യാനിക്കണം. പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ കുഴഞ്ഞു പോകാത്ത ചില മനുഷ്യരെ ഇവിടെ ചേർക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അവരൊരു പക്ഷേ ദൈവദാസന്മാരല്ല, പക്ഷെ അവരൊക്കെ അവരുടെ ക്ഷീണകാലത്ത് അവരുടെ ദൗത്യങ്ങൾ അവർ പാതി വഴി വെച്ച് നിർത്തിയവരല്ല. അതിൽ ഓർമ്മ വരുന്നത് പഠനകാലത്ത് മണ്ടനെന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്നും മടക്കി അയച്ച ലോക പ്രശസ്ത ഒരു സയന്റിസ്റ്റ് ഉണ്ട്, ആൽബർട്ട് ഐൻസ്റ്റീൻ. നിങ്ങൾക്കെല്ലാം ആ മനുഷ്യനെ അറിയാം. പഠിപ്പിച്ച ടീച്ചർ പോലും മരമണ്ടൻ എന്ന് പറഞ്ഞ് സ്കൂൾ ജീവിതം മതിയാക്കി വീട്ടിൽ വിട്ടപ്പോൾ തൻ്റെ പഠനം അവിടെ കൊണ്ട് നിർത്തിയില്ല. താൻ അവിടെ ക്ഷീണിച്ചു പോയില്ല.
കണ്ടുപിടുത്തത്തിൻ്റെ രേഖകൾ മുഴുവൻ കത്തി എല്ലാം ചാമ്പലായി പോയി. എന്നിട്ടും പിന്മാറാതിരുന്ന ഒരു തോമസ് ആൽവൻ എഡിസനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? എല്ലാം കത്തിക്കരിഞ്ഞു. തൻ്റെ കണ്ടുപിടുത്തങ്ങളുടെ സകല ബുക്കുകളും എല്ലാ ഗ്രന്ഥശാലകളും കത്തി ചാമ്പലായിട്ടും തൻ്റെ ദൗത്യത്തിൽ നിന്നും പിന്മാറാതെ താനത് തുടർന്നുകൊണ്ടിരുന്നു. ബാല്യത്തിൽ പത്രങ്ങൾ വിറ്റ് നടക്കുമ്പോഴും റോക്കറ്റുകളുടെ വിക്ഷേപണം ലോകത്തിൽ സ്വപ്നം കണ്ട് ജീവിച്ച ഒരു മനുഷ്യൻ നിങ്ങൾക്ക് പരിചയമുണ്ടോ? APJ അബ്ദുൽ കലാം. ആമേ പത്രങ്ങൾ ഇടുമ്പോഴും ഓരോ വീടുകൾ കയറിയിറങ്ങി, ആമേൻ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് പത്രങ്ങൾ വലിച്ചെറിഞ്ഞ് തൻ്റെ ബന്ധുവിൻ്റെ ചായക്കടയിൽ പോയി ചായ എടുത്തു കൊടുക്കുമ്പോഴും ദൗത്യം താൻ വിട്ടുകളയാതെ, ഹൃദയം ക്ഷീണിച്ചു പോകാതെ, ബലം നഷ്ടപ്പെട്ടു പോകാതെ നിന്ന അബ്ദുൽ കലാം നമുക്കെല്ലാം ഒരു അഭിമാന സ്തംഭമായി മാറിയില്ലേ? ഈ സമയത്ത് എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു കൊച്ചു ദൈവദാസനുണ്ട്. ജനനത്തിങ്കൽ കൈയും കാലുമില്ലാതെ ജനിച്ച ഒരു മനുഷ്യൻ. നമ്മെപ്പോലെ കൈകളോ നമ്മെപ്പോലെ കാലുകളോ തനിക്കില്ല. തൻ്റെ പേര് നിക് BGC എന്നാണ്. ആ നിക് എന്ന് പറയുന്ന ദൈവദാസനെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ലോകരാജ്യങ്ങളുടെ നടുവിൽ യേശുവിനെ പ്രസംഗിച്ച ആ നിക്കിന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കൈകളും കാലുകളും നഷ്ടപ്പെട്ടു. ജനനത്തിൽ അവൻ ഒരു മാംസപിണ്ഡമായി ജനിച്ച ആ മനുഷ്യൻ ഉള്ളിൽ ക്ഷീണം വരാതെ, ബലം കുറഞ്ഞു പോകാതെ, താൻ കണ്ട ദൈവത്തിന് വേണ്ടി, അറിഞ്ഞ ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ടത്രേ തന്നെ ദൈവം മാനിച്ചത്. യെശയ്യാവിൻ്റെ പ്രവചനം 40-ാം അധ്യായം 30-ാമത്തെ വാക്യം നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവന്ന് ഞാൻ അവസാനിപ്പിക്കട്ടെ. ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, തളർന്നു പോകും. യഹോവയെ കാത്തിരിക്കുന്ന ദൈവമക്കൾ ശക്തിയെ പുതുക്കും. ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാർ തളർന്നു വീഴും. പക്ഷേ യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. ഈ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നിനക്ക് നഷ്ടമാകും. ഇല്ല, നിങ്ങൾ കുഴയില്ല, നമ്മൾ കുഴഞ്ഞു പോകില്ല, നമ്മുടെ ബലം നഷ്ടപ്പെടില്ല. നമുക്ക് ബലം തരുന്നൊരു കർത്താവുണ്ട്. നമ്മൾ ക്ഷീണിക്കാൻ അനുവദിക്കാത്ത ഒരു കർത്താവുണ്ട്. അബ്രഹാം ഏറിയ കാലം തലമുറയെ ലഭിക്കാതെ താൻ കരഞ്ഞൊരു മനുഷ്യനാണ്. പക്ഷെ ക്ഷീണിച്ചില്ല, മടുത്തില്ല, ബലം കുറഞ്ഞില്ല. വിശ്വാസിയുടെ പിതാവെന്ന നിലയിൽ ദൈവം തന്നെ മാനിച്ചുയർത്താനിടയായി. കർത്താവിൻ്റെ ദാസൻ മോശ 40 വർഷം മിസ്രയീമിൽ, 40 വർഷം മരുഭൂമിയിൽ ക്ഷീണിച്ചില്ല, ബലം കുറഞ്ഞില്ല. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നേതാവായി ദൈവം തന്നെ കൊണ്ടുവന്നു. ദാവീദ് വനാന്തരങ്ങളിലും ആമേൻ രാജ്യഭരണമേറ്റപ്പോഴും അനുഭവിച്ച കഷ്ടങ്ങൾ ഒരുപാടല്ലേ? ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു രാജാവെന്ന പട്ടികയിൽ ദൈവത്തിൻ്റെ ഹിതം മുഴുവൻ നിവർത്തിക്കുന്ന മനുഷ്യനായി ദൈവം ദാവീദിനെ മാറ്റിയില്ലേ? ബലം കുറഞ്ഞില്ലല്ലോ, ബലം ക്ഷീണിച്ചില്ലല്ലോ, കുഴഞ്ഞു പോയില്ലല്ലോ. യോഹന്നാൻ അപ്പോസ്തലൻ തിളച്ച എണ്ണക്കകത്ത് മുക്കി ഈർച്ചവാളുകൊണ്ട് അറുക്കാൻ നോക്കി. എന്നിട്ടും മടിക്കാതെ വന്നപ്പോൾ പത്മോസിൽ ജീവനോടെ കൊത്തിപ്പറിക്കുന്ന കഴുകന്മാർക്കും വിഷം തുപ്പുന്ന പാമ്പുകൾക്കും ഇടയിൽ കൊണ്ടുപോയിട്ടിട്ടും അവിടെയും ക്ഷീണിച്ചു പോകാതെ പത്മോസിൽ നിന്ന് പുറത്തു വന്നു. ദൈവമക്കളെ, നിന്റെ കഷ്ടകാലത്ത് നീ ക്ഷീണിച്ചു പോകരുത്, നിന്റെ ബലം കുറഞ്ഞു പോകരുത്. യെസ്, നമ്മെ ശക്തീകരിക്കുന്ന, നമ്മുടെ ബലം വർദ്ധിപ്പിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഈ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ
നിങ്ങളുടെ മേൽ ഒരു അത്യന്ത ശക്തി ദൈവം നിങ്ങളുടെ മേൽ പകരും. നിങ്ങൾ ഏത് വിഷയത്തിലാണോ കുഴഞ്ഞിരിക്കുന്നത്, ക്ഷീണിച്ചിരിക്കുന്നത്, ബലം നഷ്ടപ്പെട്ടിരിക്കുന്നത്, ആ സ്ഥാനത്ത് ബലം പകരുന്ന ഒരു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളായിരിക്കുന്നിടത്തുണ്ട്. അവനിൽ ആശ്രയിക്കുക, അവനിൽ ബലപ്പെടുക. God bless you. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അടുത്തു വന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പറഞ്ഞ കർത്താവേ, ഈ മെസ്സേജ് കേൾക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ കഷ്ടങ്ങളും ഭാരങ്ങളും അനുഭവിച്ച് അവരുടെ ബലം നഷ്ടപ്പെട്ടു പോയെങ്കിൽ, അവിടെ ഹൃദയത്തിൽ ക്ഷീണമായിരിക്കുന്നെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ ബ്ലസ് ചെയ്യുന്നു. അവർ ബലമുള്ളവരായി മാറട്ടെ, ശക്തിപ്പെടട്ടെ. ക്രിസ്തുവേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. God bless you. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നാളെ രാവിലെ 10 മണിക്ക് വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം. God bless you.